ആളല്ലല്ലോ. ചെന്നൈന്ന് വരേണ്ട ദിവസമാണല്ലോ നീ. അപ്പൊ ആളുണ്ട്. சிவா, இன்னைக்கு ரொம்ப லேட்டா தான் எந்திரிச்சல? அது வந்து ஆண்டி இന്നലെ രാത്രി തൂങ്ങിയപ്പോ ഭയങ്കര ലേറ്റ് ആയി. இதுதான் பிரச்சனை. முன்னாடி எல்லாம் எல்லாரும் 8 மணி 9 மணி ஆறதுக்குள்ள தூங்குவாங்க. இப்போ 1 மணி ஆனாலும் 2 மணி ஆனாலும் யாருக்கும் தூங்க வேண்டாம். അതെങ്ങനെ ഹോസ്റ്റലിലെ ഫ്രണ്ട്സ് ആയിട്ട് രാത്രി സംസാരിച്ചോണ്ടിരിക്കുമല്ലേ, പിന്നെ അങ്ങനെ ഉറങ്ങാൻ പറ്റുന്നത്? എടേ ആര് സംസാരിക്കണടേ, ഒന്നാമത് എക്സാം ഒക്കെ ആയിരിക്കാണ്, അവിടെ എല്ലാവരും വേഗം കിടന്ന് ഉറങ്ങുകയും ചെയ്യും. சிவா, உனக்கு நான் சுடு சுடா தோசை எடுக்கட்டா? ഇപ്പൊ വേണ്ട ആന്റി, ഇപ്പൊ ഒരു മൂഡില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ എന്റെ സുടുസുടാ ദോശ എടുത്തോളൂ. എന്റെ കൊച്ചെ മണി 10 കഴിഞ്ഞു. എന്റെ സുന്ദരി ഇങ്ങനെ ചൂടാവല്ലേ, ഫുഡല്ലേ, ഞാൻ കഴിക്കാം. ചെന്നൈ പോയതോടെ ചേച്ചിയുടെ സ്റ്റൈൽ ആകെ അങ്ങ് മാറി. ചേച്ചി സമയത്ത് കഴിക്കത്തുമില്ല, പിന്നെ കുളിക്കത്തുമില്ല. ഞാൻ കുളിക്കുന്നുണ്ടോ എന്ന് നിനക്കറിയോ? അപ്പൊ മുടി എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അതെങ്ങനെ? ഒരു ശകലം വെളിച്ചെണ്ണ തലേ തേക്കത്തില്ല, പിന്നെന്തോ ചെയ്യും? അമ്മമ്മ അവള് ഇരുതിൽ എണ്ണ ഒഴിക്കുന്നതാണ്, അത് കേട്ടോണ്ട് അമ്മമ്മ തുടങ്ങല്ലേട്ടാ. അവള് പറഞ്ഞതിനകത്തിലും കാര്യമൊക്കെ ഉണ്ട്. കഷ്ടമാണ് ദൈവമേ ഇത്, എനിക്ക് ഇഷ്ടപ്പെടാട്ടത്. ഓ, നീ ഇതെവിടെ നിന്ന്? ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോയത്. നളിനും കൂടെ ഉള്ളതുകൊണ്ട് കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പോയല്ലേ? അതെ അതെ. ആ, സിദ്ധു ഉണ്ടായത് കൊണ്ട് സമയത്തിന് സാധനം ഇവിടെ കിട്ടി. എന്റെ അമ്മമ്മ ഒന്നും പറയണ്ട, ഈ കിഴങ്ങനുണ്ടല്ലോ, ഇവന്റെ ഒരു പഴയ കൂട്ടുകാരനെ കണ്ടിട്ട് ചുമ്മാ നിന്ന് വൻ സംസാരം, ഒരു വിധത്തിലെ ഞാൻ വലിച്ചുകൊണ്ട് കൊണ്ടുപോന്നെ. കൂട്ടുകാരെ കിട്ടിക്കഴിഞ്ഞാലേ വീട്ടുകാരും ഒക്കെ എന്റെ കൊച്ചുമോൻ അങ്ങ് മറക്കും. ചുമ്മാ ഏത് കൂട്ടുകാരെ? എത്തിയാ ഈ തുണി സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കിയത് എങ്ങോട്ട് പോണ്? കുഴിപ്പള്ളം ദേശത്തേക്ക് പോകുന്നു. എന്തിന്? ചുമ്മാ ഒരു രസം. നിങ്ങൾ ഇപ്പഴാ വരണേ? എന്റെ പൊന്നിയേച്ചി, എന്തിനു പറയാത്, ഞങ്ങൾ ടക്കനെ ഓർമ്മ പറഞ്ഞൊക്കെ തന്നെ പോയത്. പക്ഷെ അളിയന്റെ ഫോൺ കോൾ തീരണ്ടേ. ആരളിയാ? മഞ്ജുവാ? ഏതോ മഞ്ജു വിളിച്ചോണ്ടിരുന്ന ഒരു 1.5 മണിക്കൂർ കാര്യം പറത്തില്ല. അവസാനം ഞാൻ പറഞ്ഞു എന്റെ പൊന്നളിയാ മഴക്കോള് പറഞ്ഞു വീട്ടിൽ എത്തണ്ടേന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് വന്നത്. എന്താ ചായ കുടിക്കണ? അടിച്ചുവാ ചായ. അമ്മൂമ്മ ചായ. മഞ്ജുവാ? ഏത് മഞ്ജു? നമ്മുടെ മഞ്ജു. ഏത്? ബാംഗ്ലൂരുള്ള മഞ്ജുനാഥ് ഇല്ലേ, അവൻ. ഞാനേ സമാധാനത്തോട് 2-3 കോളും കൂടി വിളിക്കട്ടെ. ജയൻ നമ്പ്യാര്, നമ്മുടെ ഫ്രണ്ട് ജയൻ. ചേച്ചി എന്തോന്ന്? ചേച്ചി ഇപ്പൊ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഇല്ല, ഞാനിപ്പോ എവിടെയും പോകുന്നില്ല. പോവാണെങ്കിൽ എടുത്ത് പറയണേ. ആ പറയാം. മുട്ടായി വാങ്ങാനല്ലേ? മക്കളെ പാറ്, ആര് വിളിക്കണത്? ശശിയാ? ഷിബു. കരിങ്കല്ലിന്റെ ഫോട്ടോയാ? എടേ ഷിബു റോക്സ്. കുറച്ച് ദിവസമായല്ലേ വെളിയൊക്കെ വന്നിട്ട്, എന്താണോ? കത്തിയൊക്കെ ഒന്ന് കേക്കാം. അല്ല, കത്തിയൊക്കെ ഒന്ന് കേക്കാം. തൽക്കാലം നീ കേക്കണ്ട, ഞാൻ കേട്ടോളാം കേട്ടോ. ഹലോ. ഹലോ ഷിബു. പറയൂ. അതെ, എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. എന്തോന്ന് കാര്യം? അത് ഞാൻ ഇപ്പൊ കുറച്ച് പ്രശ്നത്തിലാണ്. നമുക്കൊന്ന് നേരിട്ട് കാണാൻ പറ്റുമോ? കാണാനൊന്നും പറ്റൂല. പിന്നെ അത് പ്ലീസ് എങ്ങനെയെങ്കിലും ഒന്ന് വാ, എനിക്കൊന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എത്ര പ്ലീസ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കാണാനൊന്നും വരാനൊന്നും പറ്റൂല. അതെ, ഞാൻ ഭയങ്കര ധർമ്മസങ്കടത്തിലാണ്. ധർമ്മസങ്കടോ? ഒന്ന് വാ, നേരിട്ട് കണ്ട് സംസാരിക്കാൻ കുറച്ചുണ്ട്. ഇയാളൊരു കാര്യം ചെയ്യും, ഇയാളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയി പറ, അവര് കേൾക്കും. എനിക്ക് സമയമില്ല എന്തായാലും. എനിക്ക് ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞാൽ തീരാത്ത വിഷമങ്ങളും എനിക്കുണ്ട്. ശിവാനിധി പറഞ്ഞാൽ എത്തിയുള്ളൂ. വീട്ടിലും നാട്ടിലും കടയിലൊക്കെ ആയിട്ട് കുറെ പ്രശ്നങ്ങൾ എനിക്കുണ്ട്. പ്ലീസ് ഒന്ന് വാ. എടോ, എനിക്ക് കേൾക്കാൻ സമയമില്ലടോ, ഞാനെന്താ ചെയ്യാനാ? താൻ ഫോൺ പോയി. ശരി എന്നാ.
സങ്കടങ്ങൾ ഒന്ന് കേട്ടിട്ട് പോ. പോടോ അവിടെ നിന്ന്, ഞാൻ ഫോൺ വെക്കാൻ പോണു. ശരി എന്നാ. എന്താ ചേച്ചി പറഞ്ഞേ? പുള്ളിക്ക് ഭയങ്കര ധർമ്മസങ്കടമാണ് അത്ര. വീട്ടിലും നാട്ടിലും കടയിലൊക്കെ ഫുൾ പ്രശ്നമാണ്. പിന്നെ എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യം തോന്നുന്നു. ഒലിപ്പിക്കല് കുറവായിരുന്നു തവണ. ചേച്ചി ചേച്ചി ഷിബു റോക്സിനെ കാണാൻ പുറത്തോട്ട് പോകുന്നുണ്ടോ? എന്ത് കാര്യത്തിന്? ഞാൻ പോണൊന്നുമില്ല. ഇതാ എൻ്റെ ഇടയിൽ കൊടുത്തരാം കേട്ടോ. ഹലോ. ആ താങ്ങോട്ട് പാടൂ. ഓ നമുക്ക് കാണാം. പിന്നെ എന്തോന്ന്? എന്റെ അർച്ചന ഇങ്ങനെ മടി പിടിക്കല്ലേ. 10 മിനിറ്റല്ലേ ഒന്നും കൂടെ വന്നൂടെ നിനക്ക്? ഇന്നലത്തെ കാര്യോ? എൻ്റെ അമ്മേ, ഇന്നലത്തെ കാര്യമൊന്നും പറയണ്ട. ഞാൻ പുള്ളിനെ വിളിച്ചു. കുറെ നേരം സംസാരിച്ചു. ഈ പുള്ളി എന്തേതാ വിഷയത്തിലോട്ട് എടുക്കുന്നില്ല എന്ന്. സത്യം പറയാലോ, പുള്ളിക്ക് എന്റെ സംസാരിക്കാൻ താല്പര്യമില്ലാത്ത പോലെ. എനിക്ക് സംസാരിക്കാൻ താല്പര്യം. ശിവാനി, ഞാനൊരു മനുഷ്യനാണ്, പച്ചയായ മനുഷ്യൻ. ശിവാനി എന്നോട് സംസാരിച്ച ഞാൻ ജീവിതത്തിലൂടെ തിരിച്ചു വരും ഒരു പച്ചയായ മനുഷ്യനായിട്ട്. അത് തീരുമാനിച്ചിട്ടില്ല. ശിവാനി സംസാരിച്ച എല്ലാം ഓക്കെ ആവും. ദേവരത് നമ്മുടെ ബുർജ് ഖലീഫയല്ലേ? അളിയനോട് പോവാൻ പറ, ഇപ്പൊ വരണ്ടെന്ന് പറ. ഞാൻ പോവില്ല. എന്താണ്? ഒന്നുമില്ല, ഞാനിങ്ങനെ ഫോണൊക്കെ വിളിച്ചിങ്ങനെ. ആരെ വിളിച്ചോണ്ട്? അർച്ചന സംസാരിച്ചിങ്ങ് വന്നിങ്ങനെ. അർച്ചന ക്ലാസ്മേറ്റാ? പണ്ട് +2 കൂടെ പഠിച്ചതാ. മഴ പെയ്യോ? മഴ പെയ്തല്ലോ. അല്ല, ഇനി പെയ്യോന്ന് ചോദിച്ചാ? ഇനി മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ഉള്ള ചാൻസ് ഉണ്ടളിയാ. നോക്കണേ. അല്ല, മഴ പെയ്യോന്ന് ഇങ്ങനെ നോക്കിയതേ. മേളിലോട്ട് നോക്കിയാലേ മനസ്സിലാവത്തുള്ളൂ. അല്ല, ഞാൻ ജംഗ്ഷൻ വരെ ഒരു സാധനം മേടിക്കാൻ വേണ്ടി. ഇല്ല കാര്യം, വേഗം പോയിട്ടാ. ശിവക്ക് എന്തെങ്കിലും മേടിക്കണോ? എനിക്കൊന്നും വാങ്ങാനല്ലേ. പോയിട്ടാ. പോയിട്ടെ. ശരി. അത് പോ. ശിവ, എന്താളിയാ? ശിവക്ക് എന്തെങ്കിലും വേറെ പ്രശ്നങ്ങളും വല്ലതും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. കോളേജിൽ എന്തെങ്കിലും പ്രശ്നം? അവിടെ പുതിയ CM ഒക്കെ വന്നല്ലോ, അടിപൊളിയാ. CM വന്നോണ്ട് അടിപൊളിയല്ലേ? കൊച്ചു കള്ളി. ശിവക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് പറയണം കേട്ടോ. ശിവ പഴയ പോലെ അല്ല. നേരത്തെയൊക്കെ വെക്കേഷൻ വരുമ്പോ ഭയങ്കര ജോളിയായിരുന്നു. ഇപ്പൊ ഭയങ്കര ആറ്റിറ്റ്യൂഡും പരിപാടിയൊക്കെയാ. അങ്ങനൊന്നുമില്ലല്ലേ, പുതിയ CM വന്നല്ലേ ഉള്ളൂ. വിശേഷമൊന്നുമില്ല. CM-ആയിട്ട് എന്ത് ബന്ധം? എന്തോ എനിക്ക് CM-ന് ഭയങ്കര ഇഷ്ടം. പോ അങ്ങോട്ട്. ശരി. ഭാഗ്യം, രണ്ടും ഒഴിഞ്ഞു പോയല്ല. അല്ല, ഇതെവിടെ പോയത്? മനസമാധാനം. കുറച്ച് കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് എന്നോടൊന്നും പറയാനില്ല. അല്ല ശിവാനി, കേക്കണം എന്റെ കാര്യം. എടോ, താനിങ്ങനെ സെന്റിമെന്റ്സ് ഇറക്കല്ലേ. ആ പൂക്കളുടെ ഷർട്ട് ഇട്ടോണ്ടോ എന്നിട്ട് തനിക്ക് ചേരുന്നില്ലടോ ഇത്. പക്ഷെ എന്റെ വിഷമം എനിക്ക് ചേരുന്നുണ്ട്. എനിക്ക് കുറച്ച് വിഷമങ്ങളുണ്ട്, അത് കേൾക്കാൻ ശിവാനി വരണം. ഞാൻ വരൂല. ഞാൻ പാറമടയിൽ കാത്തിരിക്കും. ശിവാനി വരണം. ഞാൻ വരൂല. ശിവാനി വന്നില്ലെങ്കിൽ അപ്പൊ കാണാം. എവിടെ പോയി കിടക്കുവാ? ശിവാനി വന്നു അല്ലേ? എനിക്കറിയാം ശിവാനി വരുമെന്ന്. ഇങ്ങോട്ട് പോരെ, നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാം. ഇയാളൊന്നും ഷമ്മി കളിക്കുന്ന. വേണമെങ്കിൽ ഇങ്ങോട്ടോ, ഞാൻ അങ്ങോട്ട് വരത്തൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് വന്ന ആ ബുർജ് ഖലീഫയോ ആ കേശുവോ കണ്ട എന്നെ ഓടിച്ചിട്ടിടിക്കും. ഇന്ന് എനിക്ക് ഇടിയുള്ള എന്റെ മൂടില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് വാ. അപ്പൊ അളിയനെയും കേശുവിനെയും പേടിയുണ്ട്. പേടിയുള്ളോണ്ടല്ലേ കാട്ടിനകത്ത് വന്നിരിക്കുന്നത്. ഇവിടെ ആകുമ്പോ ആരും കാണൂലല്ലോ. ഇങ്ങോട്ട് വാ.
എണ്ണി പറക്കണ്ട വരിക. താൻ എന്റെ കട്ടയും പടം കണ്ടിട്ടേ പോകത്തുള്ളല്ലേ? അയ്യോ അതെ കണ്ണീന്ന് വെള്ളം വരണ്. നോറ്റി പൊടി വല്ലോ വീണാ? കണ്ണിൽ പൊടി പോയൊന്നല്ല ശിവാനി, എന്റെ കണ്ണീന്ന് ഒഴുകുന്നത് എന്റെ ചോരയാ. ചോര, കണ്ണീ ചോര. ഈ ഒഴുകുന്നതാണപ്പല്ലേ കണ്ണീ ചോര? അതെ. എടോ ഇതെന്തോ കൂടി അസുഖമാ. ഞാൻ ചോരയൊക്കെ വെള്ള കളറിൽ ഒഴുകുന്ന പ്രശ്നമാ. താൻ ഡോക്ടറെ കൊണ്ട് കാണിക്കാട്ടോ. അസ്ഥാനത്ത് ഇങ്ങനെ കോമഡി അടിക്കല്ലേ ശിവാനി, പ്രത്യേകിച്ച് തന്നെ പോലുള്ള മനുഷ്യപ്പറ്റുള്ള ആൾക്കാർ. എന്റെ മനുഷ്യപ്പറ്റൊക്കെ മാറി വന്ന് താൻ കാരണം എനിക്ക് സഹജീവികളോട് സ്നേഹമേ തോന്നുന്നില്ല. ശിവാനിയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്റെ വിഷമങ്ങളൊക്കെ എനിക്ക് ഇറക്കി വെക്കാനുണ്ട്. എവിടെ ഇറക്കി വെക്കാൻ പോണേ? ശിവ വെറുതെ തമാശ കളിക്കല്ലേ. എനിക്ക് ഈ ഭാരം ഇറക്കി വെച്ചില്ലെങ്കിൽ എനിക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല. ഒരു കാര്യം ചെയ്യ്, ആ ഭാരം ഇറക്കി നേരെ അങ്ങോട്ടേക്ക് വെച്ചോ. അതാകുമ്പോഴത്തേക്കും വെള്ളത്തിൽ അങ്ങ് അലിഞ്ഞു പോകും. അല്ലെങ്കിൽ വല്ല മീനും കൊത്തി തിന്നോളൂ. അങ്ങനെ പറയല്ലേ ശിവാനി, പ്ലീസ്. എടോ എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ പോവാൻ പോണ്. കുറെ നേരമായി കിടന്നു. പോലെ ശിവാനി. കയ്യിൽ കയറി പിടിക്കുന്നോളൂ. യശോട്ടാ, ശിവചേച്ചിയെ കാണുന്നില്ല. എവിടെയെങ്കിലും കാണുന്ന അവളുടെ ഫ്രണ്ട്സിന്റെ വീട്ടിലും പോയി കാണും മക്കളെ. ഫ്രണ്ട്സിന്റെ അടുത്ത് പോവാണെങ്കിൽ നമ്മുടെ അടുത്ത് പറയത്തില്ലേ? ഇത് പറയാതെയാ പോയെ. ഇവിടെ ഇപ്പൊ ആരും ആരോടും പറയാതെ ചോദിക്കാതൊക്കെയാണ് പോക്ക്. നിന്ന നിപ്പിനെ അങ്ങ് പോവാൻ പറ്റുമോ? അപ്പൊ പോയേക്കുമല്ലേ, പോയിട്ട് വരുമല്ലോ, അപ്പൊ കൊടുക്കാം നമുക്ക്. ആ സാർ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? റെസ്റ്റ് എടുക്കുമായിരുന്നു. അല്ല തണുപ്പ്. താങ്ക് യു. എനിക്കില്ല. നീ വൈറ്റിലും കൂടെ പോയിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞിട്ട്? ഇല്ല, ഞാൻ പുറത്തിറങ്ങിയപ്പോഴേ നല്ല മഴക്കാറ്. അപ്പൊ ഞാൻ പ്ലാൻ ഒന്ന് നൈസായിട്ട് മാറ്റി. അതെന്തായാലും നന്നായി. എനിക്ക് വൈകുന്നേരം പുറത്തു പോകണം. അപ്പൊ നമുക്ക് ഒരുമിച്ച് പോവാം. ഓക്കെ, സമയം പറഞ്ഞാൽ മതി, ഞാനും കൂടെ വരാം. ഓഹോ വേണ്ട, ബുദ്ധിമുട്ടണം എന്നില്ല. എവിടെ എല്ലാരും? എവിടെ? ശിവനൊന്നും കാണുന്നില്ലോ. അവളെ തന്നെ ഞാനും വിളിച്ചോണ്ടിരിക്കണത്. എവിടെ നിന്നറിയേ? ഇവിടെ എവിടെയെങ്കിലും കാണും, ദൂരത്തേക്കൊന്നും പോയി കാണൂല. ഞാൻ നേരത്തെ പുറത്തു പോയപ്പോഴേ വീട്ടിൽ പുറത്ത് നിൽക്കുന്ന ഞാൻ കണ്ടായിരുന്നു. അവളൊന്നും കഴിച്ചിട്ടുമില്ല. ചിലപ്പോ ഫോൺ വിളിക്കാൻ പോയതായിരിക്കും. അങ്ങനെയാണെങ്കിൽ കോൾ ബിസി പറയണ്ടേ? ഇത് റിങ് ചെയ്യുന്നുണ്ടല്ലോ. അല്ലടാളിയാ, നേരത്തെ ഞാൻ കണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? ശിവയ്ക്ക് മൊത്തത്തിലേ നല്ല ടെൻഷൻ ഉള്ള പോലെ എനിക്ക് തോന്നി. ടെൻഷനാ? അവക്ക് എന്തൊരു ടെൻഷൻ? അവക്ക് ടെൻഷൻ അല്ല, ഞാൻ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ, പക്ഷെ എന്റെ അടുത്ത് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. நானும் கவனிச்சேன். அவ லீவ்ல வந்ததுல இருந்து ஏதோ ஒரு பிரச்சனை மாதிரி ஒரு மாதிரியா இருந்தா. ഒരു മാരിയാവാ? ഞാനേ അവൾ അമ്മയുടെ മുറിയിൽ എങ്ങനെ കിടന്ന് ഉറങ്ങുന്നുണ്ടോ നോക്കിട്ട് വരാം. അവള് നേരത്തെ പുറത്ത് വെച്ചുണ്ടെന്നല്ലേ പറഞ്ഞേ? ആ ശരിയാണല്ലോ, അപ്പൊ പുറത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. വാ നോക്കാം. ഞാൻ എന്താ പോയിട്ട് പറഞ്ഞു ഇവളുടെ കാര്യം. അളേ അളേലും വാ. എന്നാലും കൊച്ചത് എവിടെ പോയി?
എടുക്കണമില്ല മനുഷ്യന് ചുമ്മാ ടെൻഷൻ ആക്കാൻ വേണ്ടിട്ട്. എന്തായി? എന്റെ പൊന്നു ലച്ചു, ഞാൻ അവിടെ മൊത്തം നോക്കി, അവിടെ ഒന്നും കാണുന്നില്ല. ചേട്ടാ ഈ കൊച്ചിത് എവിടെ? ഞാൻ എത്ര തവണ വിളിച്ചെന്നറിയാം, എടുക്കണ്ടേ? അറിഞ്ഞൂടെ എന്തൊരു കട്ടു. കണ്ടില്ലേ? എവിടെ കാണാൻ? ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല. ഇത് മിക്കവാറും അവൾ ആ ഡ്രസ് ഇട്ടുകൊണ്ട് അവളുടെ ഏതെങ്കിലും ഫ്രണ്ടിന്റെ വീട്ടിലെല്ലാം പോയി കാണും. എടാ എവിടെങ്കിലും പോയി ഒന്ന് പറഞ്ഞിട്ട് പൊക്കൂടാ. ആ ശീലമില്ലല്ലോ. ഇനിയിപ്പോ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അവളുടെ ഫോൺ എങ്ങാനും മിസ്സായി കാണോ? റിങ് അടിക്കുന്നുണ്ട്, പക്ഷെ എടുക്കണില്ല. അങ്ങനെ ഇപ്പൊ ഫോൺ എവിടെങ്കിലും മിസ്സായാലും അത് കിടന്ന് അടിക്കുന്ന കാണുമ്പോ ആരെങ്കിലും എടുക്കുമല്ലോ. ശിവചേച്ചിയെ കണ്ട അമ്മൂമ്മ അവിടെ ഇരുന്ന് കയറ് ഓടിക്കുന്നുണ്ട് കേട്ടാ. ശിവചേച്ചി എങ്ങാണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ ശിവചേച്ചിയുടെ കാര്യത്തിൽ തീരുമാനമാവും. ഞാൻ അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു നോക്കിയായിരുന്നു, പക്ഷെ അവരെ വിളിച്ചപ്പോഴത്തേക്ക് അവര് പറഞ്ഞത് അങ്ങോട്ടൊന്നും ചെന്നിട്ടുമില്ല, അവരൊന്നും വിളിച്ചിട്ടുമില്ലെന്നോ. നീ പാറമട ഏരിയയിലൊക്കെ നോക്കിയായിരുന്നോ? അല്ലെ, ഞാൻ ഏരിയ മൊത്തം നോക്കിയതാ. മൊത്തം നോക്കി അവിടെ ഒന്നും ഇല്ല. അതല്ലെന്നേ, രാവിലെ ഞങ്ങൾ സംസാരിച്ചപ്പോഴേ ശിവ നല്ല രീതിയിൽ ടെൻഷൻ അടിച്ച് നിൽക്കുമായിരുന്നു. എന്തായാലും അത് പുട്ടിന് വീടിടുമ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുന്നു പറഞ്ഞു നമ്മളെ ടെൻഷൻ അടിപ്പിക്കാനായിട്ട്. പിന്നെ കണ്ട കാര്യം ഞാൻ പറയണ്ടേ? കണ്ട കാര്യം ഒരു തവണ പറഞ്ഞപ്പോരേ. ബാക്കിയുള്ള ബീപ്പ് പിടിച്ചാവും. ഇപ്പൊ ആര്യേച്ചി? കീർത്തി, ശിവയുടെ ഫ്രണ്ട് കീർത്തിയാ? അവളുടെ നമ്പർ ചേച്ചിയുടെ ഉണ്ടായിരുന്നോ? ഹലോ കീർത്തി, ഞാൻ ലച്ചു ആണേ, ശിവാനിയുടെ ചേച്ചി. അത് മോളെ, ശിവാനി അങ്ങോട്ടെങ്ങാനും വന്നായിരുന്നോ? ഇല്ല അല്ലേ? അല്ല, അവള് വിളിക്കെങ്ങാനും ചെയ്തായിരുന്നോ? അല്ല ഒന്നുമില്ല, അല്ലെങ്കിൽ അവളെ വിളിച്ചിട്ട് അവൾ എടുക്കുന്നില്ല, അതുകൊണ്ടാ. അവളെങ്ങാനും വിളിക്കുവാണെങ്കിൽ എന്നെ ഒന്ന് തിരിച്ച് വിളിക്കാൻ പറയണേ. ശരി. അവിടെ എത്തിയിട്ടില്ല. ചേട്ടാ ശിവചേച്ചി അവിടെ? എനിക്ക് എങ്ങനെ അറിയാവടി? ചേട്ടാ എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. ഞാനേ റോക്സിനെ ഒന്ന് വിളിച്ചു ചോദിക്കാം. വിളിച്ചു നോക്ക്. അവനെന്തിനു വിളിക്കണേ? വിളിക്കട്ടാ, വിളിച്ചു നോക്കാലോ. എടുക്കണില്ലല്ലോ. എടുക്കണല്ലേ? എന്നാ ഒന്നുകൂടെ വിളി. അവളെ വിളിച്ചേ. ലൗഡ് സ്പീക്കർ. ഹലോ ഹലോ അളിയാ, എന്താണ് നിനക്ക് ഫോൺ എടുക്കാൻ ഇത്ര ഡിലേ? അത് പിന്നെ നമ്മളെ കടയില് സ്റ്റോക്ക് ഇല്ലല്ലോ, അപ്പൊ അപ്പുറത്തെ കട വരെ വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നിട്ട് സാധനം സ്റ്റോക്ക് ചെയ്ത് സെറ്റ് ആക്കിയിട്ട് അളിയന്റെ കോള് കണ്ട് എടുത്ത്. നീ ശിവനെ വല്ല ഇന്ന് വിളിച്ചിരുന്നോ? ഏത് ശിവ? നമ്മൾ പാറമട വീട്ടിലെ ശിവക്കുട്ടിയാണോ? നിനക്ക് എന്നെ അറിയാവോ? പിന്നെ അളിയനറിയാം. അളിയ നമ്മളെ അളിയനല്ലേ, അവിടത്തെ അളിയായി. അളിയാ പറ. ശിവനെ അറിയത്തില്ല നിനക്ക്? എനിക്കറിയാം, നമ്മളെ പാറമടയിലെ ശിവക്കുട്ടിയല്ലേ. നീ വിളിച്ചിരുന്നോ ഇല്ലയോ പറയടാ. അത് പിന്നെ കൊറേ നാളായല്ലോ കണ്ടിട്ട്. ഞാൻ കടലെ തിരക്കൊക്കെ ആയതുകൊണ്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് വിളിച്ചു നോക്കി എന്താണ് വിശേഷം എന്ന് അറിയാൻ വേണ്ടിയേ. അപ്പൊ നീ വിളിച്ചു? എപ്പോഴാ വിളിച്ചേ? അത് രാവിലെ. അവളെന്തെങ്കിലും പറഞ്ഞായിരുന്നു നിന്റെ അടുത്ത്? അപ്പൊ അവിടുന്ന് സുഖമാണ്, രാവിലെ പുട്ടും കടലയും കഴിച്ചെന്ന് പറഞ്ഞു. പുട്ടുംകടലേ? അതിന് നമ്മുടെ വീട്ടിൽ നിന്ന് രാവിലെ പുട്ടും കടലേ അല്ലായിരുന്നല്ലോ. അല്ലേന്നാ? അയ്യോ എന്നെ പറ്റിച്ചേട്ടാ. അപ്പം എന്റെ അടുത്ത് പുട്ടും കടലെന്നാണ് പറഞ്ഞത്. വേറെന്തെങ്കിലും പറഞ്ഞായിരുന്നു? വേറെ പറ്റിട്ട് പോടാ അല്ല എന്ന് പറഞ്ഞു. അവള് പറഞ്ഞു. അതെ, അപ്പൊ വിളിക്കാം. അല്ലല്ല, ഇനി ഇങ്ങോട്ട് വിളിക്കണോ, ഞാൻ ഭയങ്കര തിരക്കാണേ. റോക്സ് ശിവചേച്ചി വിളിച്ചപ്പോ ഞാനവിടെ നിപ്പുണ്ടായിരുന്നു. ഓ, ഇപ്പോഴെങ്കിലും പണഞ്ഞല്ലേ. പക്ഷെ പുട്ടും കടലയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നല്ലോ. നിനക്കിപ്പോ അതാടി വലിയ കാര്യം. അതല്ലേ ഏട്ടാ. ഈ കൊച്ചതോടെ പോയി. എന്തായി? ശിവ വിളിച്ചോ? എന്നെ ഇതുവരെ വിളിച്ചില്ല, ചിലപ്പോ കേശുവിനെ വിളിച്ചിട്ടുണ്ടാവും. എന്നെ ഒന്നും വിളിച്ചിട്ടില്ല, അളിയനെ വിളിച്ചിട്ടുണ്ടാവും. എന്നെ വിളിച്ചിട്ടില്ല കേട്ടോ. ഒരു കാര്യം ഞാൻ പറയാം, ശിവ വരുമ്പം ഞാൻ എന്താ ചെയ്യാൻ പോന്നെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അതിന്റെ ഇടയ്ക്ക് ആരെങ്കിലും ഇടയ്ക്ക് കയറാൻ വന്നാ വരുന്നവർക്കും കിട്ടും. ഒരിടത്ത് പോയാ പറഞ്ഞു പോകത്തില്ല. എന്റെ പൊന്നമ്മ, അതിന് ആളെ കിട്ടണ്ടേ? ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല. ഈ പരിസരത്തൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു.
എനിക്കാണെങ്കിൽ മൊത്തത്തിൽ പേടിയാവുക. രാവിലെ ഞാൻ കണ്ടപ്പോ നല്ല ടെൻഷനിലായിരുന്നു. അളിയാ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. அவன் எங்க போயிருப்பா? നിങ്ങൾ എല്ലായിടത്തും നോക്കിയോ? ഈ അടുത്തൊക്കെ നോക്കി. അയ്യോ ഒന്നുകൂടി ചെന്ന് നോക്ക്. டே கேசு, உனக்கு தெரிஞ்சவங்களை எல்லாம் கூப்பிட்டு கேளுடா. அல்லனா எல்லாரையும் கூப்பிட்டு கேளு. കേശു വന്നേ, നമുക്ക് പോയി നോക്കിയിട്ട് വരാം. അളേ എവിടെത്? എടാ നീ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കിയേ. റിങ് എടുക്കണില്ല. എവിടെ പോയി കിടക്കണ്?